എല്ലാവർക്കും നമസ്കാരം. ബൾബ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവിങ്ങിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്സാണ്. അതായത് ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപേ ഞങ്ങളുടെ ബൾബ് മീഡിയ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെ തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 3 ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീറ്റിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് സീറ്റ് ഏതൊക്കെ രീതിയിൽ ഏറ്റവും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറെ മെക്കാനിസംസ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സീറ്റ് മുന്നോട്ടാക്കാൻ, പുറകോട്ടാക്കാൻ, പുഷ് ബാക്ക് ചെയ്യാൻ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതായത് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാർക്കും പല രീതിയിലുള്ള ശരീരഘടനകളായിരിക്കും. നീളം കൂടിയവരുണ്ടാവാം, നീളം കുറഞ്ഞവരുണ്ടാവാം, കാലിന്റെ നീളം കൂടിയവരുണ്ടാവാം. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ സീറ്റിംഗ് അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇപ്പം എന്റെ സാധാരണ ഒരു ആള് ഇരിക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാവുന്ന സ്ലൈഡിംഗ് ആണ്. സീറ്റ് അപ്പാടെ മുന്നോട്ടും പുറകിലേക്കും ആക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ലിവർ കാണാം. അതായത് ഈ ലിവറിൽ പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്കും താഴേക്കും ആക്കുവാണെങ്കിൽ നമുക്ക് സീറ്റ് ഇതുപോലെ മുന്നോട്ടും പുറകിലേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, അത് നമുക്ക് നമ്മുടെ താഴത്തെ പെഡൽസിൽ മാക്സിമം എത്തിപ്പിടിക്കുന്ന രീതിയിലല്ല, എന്നാലും നമുക്ക് കാലിന്റെ ഹീൽ ഭാഗം, ഉപ്പൂറ്റി ഭാഗം നിലത്ത് കുത്തി പിടിച്ചിട്ട് തന്നെ സീറ്റ് അറേഞ്ച് ചെയ്യുക. ആ രീതിയിൽ ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുഷ് ബാക്ക് ആണ്. കഴിവതും ഇപ്പൊ ഇതിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 90 ഡിഗ്രിയിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. കഴിവതും 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് സ്ലോപ്പ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 100 ഡിഗ്രി എങ്കിലും ചെയ്യുക. അതായത് നമ്മുടെ സീറ്റിങ്ങിന്റെ ആ ഒരു പൊസിഷൻ ആ രീതിയിൽ കീപ്പ് ചെയ്യുന്നതാവും ബെറ്റർ. പിന്നീട് വരുന്ന സീറ്റിന്റെ ഹൈറ്റ് ആണ്. അതായത് നമുക്ക് സീറ്റിന്റെ ഹൈറ്റിന് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഇതിൽ പൊക്കി കഴിഞ്ഞാൽ സീറ്റിന്റെ ഹൈറ്റ് കൂടിയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഈ ഒരു ലിവറിൽ പിടിച്ചിട്ട് നമുക്ക് താഴേക്ക് ഇതുപോലെ പുഷ് ബാക്ക് ചെയ്യും, മുകളിലേക്കും താഴേക്കും ഈ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ സീറ്റിന്റെ ഹൈറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ആദ്യം നമ്മൾ നോക്കാനുള്ളത്. ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ സീറ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിറേഴ്സ് ആണ്. നമുക്ക് 3 മിററുകളിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 മിററുകൾ പുറത്ത് ഭാഗത്തായിട്ട്, വാഹനത്തിന് 2 വശങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഒരു മിറർ വാഹനത്തിന് ഉള്ളിൽ, ഈ കാണുന്ന ഉള്ളിൽ വരുന്ന ബാക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മിററും ഇതിനകത്തുണ്ട്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മിറേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഇതിൽ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഡ്രൈവിംഗ് സീറ്റിന്റെ പുറത്തേക്ക് വരുന്ന മിററാണ് ഈ കാണുന്നത്. ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രൂപത്തിലാണ്. അതായത് കാറിന്റെ ബോഡി, അതായത് നമ്മുടെ വാഹനത്തിന്റെ ബോഡിയുടെ ബാക്ക് വരെ കാണുന്ന രീതിയിലും, പിന്നെ ബാക്കിയുള്ള ഏരിയ ഫുള്ള് നമുക്ക് പുറകിൽ വരുന്ന വാഹനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ആ സൈഡിൽ ബോഡി കുറച്ച് കാണുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഏരിയ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്ന ഉള്ളിൽ വരുന്ന റിയർ വ്യൂ മിററാണ്. അത് ബാക്കിലത്തെ ഗ്ലാസ് ഫുൾ കവർ ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ നമുക്കത് അറേഞ്ച് ചെയ്യാം. ഈ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് പല വാഹനങ്ങളിലും പല മെത്തേഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ വാഹനത്തിൽ ഇതിനുള്ളിൽ ചെറിയൊരു ലിവർ പോലെ കാണാം. അത് വെച്ചിട്ട് നമുക്ക് പുറത്തെ ഗ്ലാസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാറുകൾ വിപണിയിലുണ്ട്. ഇപ്പോൾ പലരുടെ കാറിലും ഈ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ കൈവച്ച് പുറമേ നിന്നിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഏത് രൂപത്തിലാണെങ്കിലും നമ്മൾ ഈ 3 മിറേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോഴും അതിലേക്ക് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും കാണുന്ന രീതിയിൽ തന്നെ ഈ 3 വശത്തൂടെ, നമ്മുടെ 2 സൈഡിൽ കൂടെയും ബാക്കിലൂടെ വരുന്ന വാഹനങ്ങളും കാണുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുക. ഇനി ഇതിൽ വരാതെ വരുന്ന കുറച്ച് ഏരിയ വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ മിററിലും
സെൻറ്ററിൽ ഉള്ളിൽ വരുന്ന മിററിലും ലെഫ്റ്റ് സൈഡിൽ വരുന്ന മിററിലും കാണാൻ പറ്റാത്ത വാഹനങ്ങൾ, അതായത് വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയം നമുക്കൊരിക്കലും ഈ കാണുന്ന മിററിന് ഔട്ടർ സൈഡിലൂടെ വരുവാണെങ്കിൽ നമ്മൾ അതൊരിക്കലും കാണാൻ പറ്റുന്നതായിരിക്കത്തില്ല. ഇതിനെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് നമുക്ക് പറയാം. ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണെന്നും കൂടുതൽ വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് ഞങ്ങളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു 3 കാറുകളുടെ ഇമേജ് കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അഥവാ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാറ് പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന കാറിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതിൽ റൈറ്റ് സൈഡിൽ ബാക്കിലായിട്ട് വരുന്ന ബ്ലൂ കളറിലെ കാറ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിലല്ല, നമ്മുടെ വ്യൂ പോയിന്റിൽ തന്നെയാണ്. അത് നമുക്ക് റൈറ്റ് സൈഡിലെ മിററിലൂടെയും ബാക്ക് സൈഡിലെ മിററിലൂടെയും കുറച്ച് ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന റെഡ് കാറ് ശരിക്കും 90% ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മിററിലൂടെ അതിൻ്റെ ബാക്ക് സൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ആ കാറ് കുറച്ചും കൂടെ മുന്നോട്ടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കുറവാണെങ്കിൽ നമുക്ക് ആ കാറിനെ തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാതെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വാഹനം തിരിക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടിലുള്ള വാഹനങ്ങളിൽ മുട്ടി ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായും നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് സീറ്റിന്റെ അറേഞ്ച്മെന്റ് ചെയ്തു. സീറ്റിന്റെ അറേഞ്ച്മെന്റിന്റെ അനുസരിച്ചിട്ടുള്ള 3 മിറേഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് ആദ്യത്തേത്. പക്ഷെ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതായത് ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മാത്രം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. കാരണം പല വിദേശ രാജ്യങ്ങളിൽ നോക്കിയാൽ, ഉദാഹരണത്തിന് ഗൾഫ് കൺട്രീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സീറ്റ് ബെൽറ്റ് ധരിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതിന് അവർ പറയുന്ന വിശദീകരണം ഇതാണ്: ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വാഹനത്തിന് അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഒട്ടും സമയം തന്നെ നമുക്ക് ഇതിനകത്ത് പാഴാക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു നക്കിള് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റിന്റെ ചെയിന്റെ ഈ പ്രസ് ചെയ്ത് വെക്കേണ്ട ഒരു നക്കിൾ, അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫാസ്റ്റൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഇതാണ്. അതായത് ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ടക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് ലോക്ക് ആവുന്നതിന്റെ ഒരു സൗണ്ടാണ് അത് കേൾക്കുന്നത്. അത് കേട്ടാൽ മാത്രമേ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ലോക്കായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ വലിയൊരു ആഘാതത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതാണ് ഈ സീറ്റ് ബെൽറ്റ്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് എയർ ബാഗുകളുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് ആ എയർ ബാഗ് കൊണ്ടുള്ള ഉപയോഗം നമുക്ക് സാധ്യമാവണമെങ്കിലും ഈ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നടക്കുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം സീറ്റ് ബെൽറ്റ് ആക്റ്റീവ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ എയർ ബാഗുകളൊന്നും ആക്റ്റീവ് ആവുന്നതല്ല. അപ്പോൾ എന്തായാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടി എപ്പോഴാണ് നമ്മൾ മുന്നോട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, എന്നിട്ട് മാത്രം വണ്ടി മുന്നോട്ട് നീക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.